അടിമാലി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് കുതിരയാളക്കുടി ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ കുടുംബങ്ങളുടെ കൈവശാവകാശ രേഖ എന്ന ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കുതിരയാളക്കുടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് കുതിരയാളക്കുടി ട്രൈബൽ സെറ്റിൽമെന്റിലെ കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. 54 കുടുംബങ്ങൾക്കാണ് കൈവശാവകാശ രേഖകൾ വിതരണം ചെയ്ത്. കൈവശാവകാശ രേഖകൾ ഇല്ലാത്തതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പറായ അനസ് ഇബ്രാഹിമും ഊരുമൂപ്പൻ മനോജ് രംഗനും ചേർന്ന് കൈവശ രേഖയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചത്. നമ്മുടെ മേഖലയിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടും വളരെ പ്രതീക്ഷയോടും കൂടി വളരെ സ്വപ്നപദ്ധതിയായിട്ടുള്ളൊരു കൈവശരേഖ നമുക്കറിയാം. നമ്മുടെ മേഖലയിൽ മാത്രമാണ് ഈ അടുത്ത പ്രദേശത്ത് കൈവശരേഖ ലഭ്യമല്ലാത്തൊരു പ്രദേശമുള്ളത്. നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെ ചെന്നാലും കൈവശരേഖയാണ് ആരും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ നമ്മുടെ സ്ഥലത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും നിർണായകമായ ഒരു മുദ്ര എന്ന് പറയുന്നത് കൈവശരേഖ തന്നെയാണ്. കുതിരയാളക്കുടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇന്ന് നമുക്കിവിടെ സാക്ഷാത്കരിക്കുന്നത്. ഊരുമുപ്പൻ മനോജ് രംഗൻ, ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ അനഘ, രാമൻ അപ്പൻ, സര ചെല്ലപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൈവശ രേഖ കിട്ടിയതോടെ ആദിവാസി കുടിനിവാസികളും സന്തോഷത്തിലാണ്. കൈവശ രേഖ ആദ്യമായിട്ട് കിട്ടിയതാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ പോകുന്ന പുറത്തുകാർ തടിവെട്ടാൻ വന്ന് ചോദിക്കുമ്പോൾ അവർ തടിവെട്ടുമ്പോൾ ഇത് കൈവശരേഖയാണ് ചോദിക്കുന്നത്. അപ്പോൾ കൈവശരേഖ കിട്ടിയ സർക്കാർക്കും ഇവിടുത്തെ മെമ്പർക്കും എല്ലാവർക്കും വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഏതായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൈവശാവകാശ രേഖ ലഭിച്ചതോടെ കുടിനിവാസികളുടെ വലിയ സ്വപ്നത്തിനാണ് സാക്ഷാത്കാരമാവുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.